പാഠപുസ്തകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻവർഷങ്ങളിൽ മലയാള സാഹിത്യ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഈ വീഡിയോയുടെ PDF നോട്ട്സ് പാഠപുസ്തകം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണല്ലോ അവകാശികൾ. അതിലെ ഫ്ലാഷ് ബാക്ക് ഒഴികെയുള്ള പ്രധാന ഭാഗങ്ങൾ ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ മലേഷ്യ. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട നോവൽ? ഉത്തരം ഓപ്ഷൻ എ ചെമ്മീൻ. മാനസി എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം ഓപ്ഷൻ എ കമല സുരയ്യ. ശ്രീകൃഷ്ണ കർണാമൃതം ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ സി പൂന്താനം. താഴെ തന്നിരിക്കുന്നവയിൽ ഫലിത സാഹിത്യകാരൻ? ഉത്തരം ഓപ്ഷൻ ഡി EV കൃഷ്ണപിള്ള. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, NV കൃഷ്ണവാര്യർ. 2013 വയലാർ അവാർഡ് കരസ്ഥമാക്കിയ ശ്യാമമാധവം എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം ഓപ്ഷൻ എ പ്രഭാവർമ്മ. പാട്ടബാക്കി എന്ന നാടകത്തിന്റെ രചയിതാവ്? ഉത്തരം ഓപ്ഷൻ ബി കെ ദാമോദരൻ. ഋതുമതി എന്ന നാടകം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ MR ഭട്ടതിരി. താഴെ പറയുന്നവയിൽ തോപ്പിൽ ഭാസിയുടേതല്ലാത്ത നാടകം? ഉത്തരം ഓപ്ഷൻ ഡി കൂട്ടുകൃഷി. മറ്റുള്ളവയെല്ലാം തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളാണ്. അശ്വമേധം, സർവേക്കല്ല്, മൂലധനം ഇവയെല്ലാം തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളാണ്. ഹിഗ്വിറ്റ എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം ഓപ്ഷൻ ബി മാധവൻ. കുന്തലത എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി അപ്പു നെടുങ്ങാടി. ജൈവ മനുഷ്യൻ എന്ന കൃതിയുടെ കർത്താവാണ്? ഓപ്ഷൻ എ ആണ് ആനന്ദ്. മരുഭൂമികൾ ഉണ്ടാകുന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ എ ആനന്ദ്. മണിപ്രവാളം ഇനി പറയുന്നവയിൽ ഏതു ഭാഷകളുടെ സംശ്ലേഷിത രൂപമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മലയാളം സംസ്കൃതം. മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെ? ഉത്തരം ഓപ്ഷൻ ബി എഴുത്തച്ഛൻ. കലക്കത്തു ഭവനം ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കുഞ്ചൻ നമ്പ്യാർ. കൃഷ്ണഗാഥയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ചെറുശ്ശേരി. കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന പ്രശസ്ത ഗാനം എഴുതിയത് ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ എ ഉള്ളൂർ. പോരാ പോരാ നാളിൽ നാളിൽ എന്നു തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ്? ഉത്തരം ഓപ്ഷൻ ഡി വള്ളത്തോൾ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റു മധുകളി നിങ്ങളെത്താൻ ഇത് ആരുടെ വരികളാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് കുമാരനാശാൻ. ജ്ഞാനപ്പാന എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് പൂന്താനം. വിശ്രുതരായ ആട്ടക്കഥാ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉണ്ണായി വാര്യർ. നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ കർത്താവ്? ഉത്തരം ഓപ്ഷൻ എ ആണ് MT വാസുദേവൻ നായർ. ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് OV വിജയൻ. മലയാളത്തിലെ സഞ്ചാര സാഹിത്യ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് SK പൊറ്റക്കാട്. അടുത്ത ചോദ്യം: കായാതരൻ എന്ന ചലച്ചിത്രം NS മാധവന്റെ ഏത് കഥയെ ആസ്പദമാക്കിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി വൻമരങ്ങൾ വീഴുമ്പോൾ. ഗോവർദ്ധനന്റെ യാത്രകൾ ആരെഴുതിയതാണ്? ഉത്തരം ഓപ്ഷൻ എ ആനന്ദ്. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം ഇവ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി സന്ദേശകാവ്യങ്ങൾ. മലയാളത്തിൽ കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഗദ്യകൃതി? ഉത്തരം ഓപ്ഷൻ എ
ഭാഷാ കൗടിലീയം. ഉത്തര സ്വയംവരം ആട്ടക്കഥ എഴുതിയതാര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇരയിമ്മൻ തമ്പി. മലയാള സാഹിത്യത്തിന് അടിത്തറ പാകിയത് ആരുടെ രചനകളിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, കണ്ണശ്ശന്മാർ. മണിപ്രവാളത്തിന്റെ ലക്ഷണ ഗ്രന്ഥമായ കൃതി? ഉത്തരം ഓപ്ഷൻ ബി, ലീലാതിലകം. മലയാള ഭാഷ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന അക്ഷരമാല ഏത്? ഉത്തരം ഓപ്ഷൻ എ, വട്ടെഴുത്ത്. പ്രാചീന കാലത്തെ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ആദ്യകാല മലയാള കൃതി? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഉണ്ണിയച്ചി ചരിതം. നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി, ഉണ്ണായി വാര്യർ. ഭാഷാഷ്ടപതി എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, രാമപുരത്ത് വാര്യർ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശിമംഗലം ഏത് പഞ്ചായത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ, ലക്കിടി. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, തൃശൂർ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ രൂപീകരണം ഏത് വർഷത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ, 1945 സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി, കണ്ണൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപിതമായത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി, 1962 സെപ്റ്റംബർ 10. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, കെ സച്ചിദാനന്ദൻ. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി, കൊണ്ടോട്ടി. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ, ചെറുതുരുത്തി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്? ഉത്തരം ഓപ്ഷൻ ഡി, സർദാർ കെ.എം. പണിക്കർ. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ ഡി, എം രാമവർമ്മ രാജ. തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ എ, തിരൂർ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ സി, വള്ളത്തോൾ നാരായണ മേനോൻ. പഞ്ചതന്ത്രത്തിന്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, വിഷ്ണു ശർമ്മ. കേരള വർണ്ണനയുള്ള കാളിദാസ കൃതി? ഉത്തരം ഓപ്ഷൻ സി, രഘുവംശം. ഭാഷാ നൈഷധം ചമ്പുവിന്റെ കർത്താവ് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, മഴമംഗലം നമ്പൂതിരി. തുഞ്ചൻ പറമ്പ് ആരുടെ ജന്മസ്ഥലം? ഉത്തരം ഓപ്ഷൻ സി, എഴുത്തച്ഛൻ. വ്യാസഭാരതത്തെ വൃത്താനുവൃത്തമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത കവി? ഉത്തരം ഓപ്ഷൻ സി, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. AR രാജരാജവർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത സന്ദേശകാവ്യം? ഉത്തരം ഓപ്ഷൻ ഡി, മേഘ സന്ദേശം. കേസരി എന്ന പേരിൽ അറിയപ്പെട്ട പത്രപ്രവർത്തകൻ? ഉത്തരം ഓപ്ഷൻ ബി, ബാലകൃഷ്ണപിള്ള. പറയിപ്പെറ്റ പന്തിരുകുലത്തെക്കുറിച്ചുള്ള ഗ്രന്ഥം? ഉത്തരം ഓപ്ഷൻ എ, ഐതിഹ്യമാല. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, P.N. പണിക്കർ. കണ്ണകിയുടെ കഥയായ ചിലപ്പതികാരം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ഇളങ്കോവടികൾ. മൂഷകവംശം കാവ്യത്തിന്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, അതുലൻ. അടുത്ത ചോദ്യം, തമിഴ് വ്യാകരണ ഗ്രന്ഥം? ഉത്തരം ഓപ്ഷൻ ബി, ചിലപ്പതികാരം. മഹാഭാരതം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, വേദവ്യാസൻ. ഏതാണ് പഞ്ചമവേദം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, മഹാഭാരതം. കാച്ചിക്കുറുക്കിയ കവിത എന്നറിയപ്പെടുന്ന കൃതികൾ ആരുടെ? ഉത്തരം ഓപ്ഷൻ ബി, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ചിരിയും ചിന്തയും എന്ന കൃതിയുടെ ഗ്രന്ഥകർത്താവ്? ഉത്തരം ഓപ്ഷൻ ഡി, E.V. കൃഷ്ണപിള്ള. സർവീസ് സ്റ്റോറി ആരുടെ ആത്മകഥയാണ്?
ഉത്തരം ഓപ്ഷൻ ഡി മലയാറ്റൂർ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആടുജീവിതം എന്ന നോവലിന്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ബെന്യാമീൻ. കവയത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ കേരള വനിത? ഉത്തരം ഓപ്ഷൻ സി ആണ് സുഗതകുമാരി. താഴെ പറയുന്ന ഈരടികൾ എഴുതിയത് ആര്? സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെയും സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഉത്തരം ഓപ്ഷൻ ഡി വയലാർ രാമവർമ്മ. ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി വൈക്കം മുഹമ്മദ് ബഷീർ. വെള്ളിയൻ പാറ പ്രതിപാദിക്കപ്പെടുന്ന മലയാള നോവൽ? ഉത്തരം ഓപ്ഷൻ ഡി ദൈവത്തിന്റെ വികൃതികൾ. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന നോവലിസ്റ്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് തകഴി. മുത്തശ്ശി ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ സി ബാലാമണിയമ്മ. എം കെ സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വ്യക്തി? ഉത്തരം ഓപ്ഷൻ ബി ചങ്ങമ്പുഴ. ആദ്യ വയലാർ അവാർഡിന് അർഹത നേടിയത്? ഉത്തരം ഓപ്ഷൻ ഡി ലളിതാംബിക അന്തർജനം. സൂര്യകാന്തി എന്ന കവിതയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പ്. അല്ലാഹയുടെ പെൺമക്കൾ ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ എ സാറ ജോസഫ്. കുഞ്ഞോനച്ചൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അരനാഴിക നേരം. KPAC എന്നത് ഡാഷ് ആണ്? ഉത്തരം ഓപ്ഷൻ എ നാടക സംഘം. ഉമാകേരളം എന്ന മഹാകാവ്യം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. കാച്ചിക്കുറുക്കിയ കവിത എന്നറിയപ്പെടുന്ന കൃതികൾ ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ബി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അടുത്ത ചോദ്യം, ഭക്തകവി? ഉത്തരം ഓപ്ഷൻ സി പൂന്താനം. കേരള സിംഹം എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി സർദാർ KM പണിക്കർ. സ്മാരകശിലകൾ എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി പുനത്തിൽ കുഞ്ഞബ്ദുള്ള. വിട എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഗോപുരനടയിൽ ആരെഴുതിയ നാടകമാണ്? ഉത്തരം ഓപ്ഷൻ ഡി MT വാസുദേവൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം? ഉത്തരം ഓപ്ഷൻ ഡി പാട്ടബാക്കി. കൂട്ടുകൃഷി എന്ന നാടകം രചിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ഇടശ്ശേരി. ഒളിവിലെ ഓർമ്മകൾ ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ ബി തോപ്പിൽ ഭാസി. ശ്രീകൃഷ്ണ കർണാമൃതം ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ സി പൂന്താനം. 10 ലക്ഷം ഭാര്യമാരുടെ ശാപമേറ്റ കേരളം ആരുടെ കൃതി? ഉത്തരം ഓപ്ഷൻ ബി KM റോയ്. പുളിമാനയുടെ പ്രസിദ്ധ കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി സമത്വവാദി. സുകുമാർ അഴീക്കോടിന്റെ ഏതു കൃതിയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി തത്വമസി. കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് പ്രാധാന്യമർഹിച്ചിരുന്ന കളരിപ്പയറ്റുകളെ കുറിച്ച് പ്രതിപാദിച്ചിരുന്ന പാട്ടുകൾ ഏത്? ഉത്തരം ഓപ്ഷൻ സി വടക്കൻ പാട്ടുകൾ. അവശ്യമരുന്നുകളുടെ രാഷ്ട്രീയം എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ ഇക്ബാൽ. നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി എന്ന പുസ്തകം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി AP അബ്ദുള്ളക്കുട്ടി. ആദ്യത്തെ ഓഡിയോ നോവൽ ഇതാണെന്റെ പേര് എന്ന മലയാള കൃതിയുടെ കർത്താവ്? ഉത്തരം ഓപ്ഷൻ ബി സക്കറിയ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ? ഉത്തരം ഓപ്ഷൻ സി ഇന്ദുലേഖ. മലയാള ഭാഷയിലെ ആദ്യ സന്ദേശ കാവ്യം? ഉത്തരം ഓപ്ഷൻ എ ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യ കുറ്റാന്വേഷണ നോവൽ? ഉത്തരം ഓപ്ഷൻ സി ഭാസ്കര മേനോൻ. ഭാരതീയ ഭാഷകളിൽ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം? ഉത്തരം ഓപ്ഷൻ ഡി വർത്തമാന പുസ്തകം.
മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. ഉത്തരം ഓപ്ഷൻ സി വാസനാ വികൃതി. MT വാസുദേവൻ നായരും MT മുഹമ്മദും ചേർന്നെഴുതിയ നോവൽ. ഉത്തരം ഓപ്ഷൻ സി അറബിപ്പൊന്ന്. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി നാഗവള്ളി SR കുറുപ്പ്. ഹൃദയസ്മിതം ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ സി ഇടപ്പള്ളി രാഘവൻ പിള്ള. മണിനാഥം എന്ന കവിതയുടെ രചയിതാവ്? ഉത്തരം ഓപ്ഷൻ ബി ഇടപ്പള്ളി. താഴെ പറയുന്നതിൽ SK പൊറ്റക്കാടിന്റെ നോവൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഒരു തെരുവിന്റെ കഥ. SK പൊറ്റക്കാട് എഴുതിയ ഒരു കൃതി? ഉത്തരം ഓപ്ഷൻ എ ഒരു ദേശത്തിന്റെ കഥ. മലയാളത്തിലെ സഞ്ചാര സാഹിത്യ കുലപതി? ഉത്തരം ഓപ്ഷൻ എ SK പൊറ്റക്കാട്. ഗോവർദ്ധനന്റെ യാത്രകൾ ആരെഴുതിയതാണ്? ഉത്തരം ഓപ്ഷൻ എ ആനന്ദ്. താഴെ പറയുന്നവയിൽ തകഴിയുടെ നോവൽ അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി നെല്ല്. കയർ എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി തകഴി. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന നോവലിസ്റ്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി തകഴി ശിവശങ്കരപ്പിള്ള. ആരുടെ പ്രസിദ്ധ ചെറുകഥയാണ് പട്ടാളക്കാരൻ? ഉത്തരം ഓപ്ഷൻ സി തകഴി. ചെമ്മീൻ എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി തകഴി. ചിന്താവിഷ്ടയായ സീത ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ എ കുമാരനാശാൻ. മഹാകവി കുമാരനാശാൻ കുട്ടികൾക്ക് വേണ്ടി രചിച്ച കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ സി പുഷ്പവാടി. AR രാജരാജവർമ്മയെ അനുസ്മരിച്ച് കുമാരനാശാൻ രചിച്ച കാവ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പ്രരോദനം. OV വിജയന്റെ കടൽ തീരത്ത് എന്ന ചെറുകഥയുടെ പ്രമേയം? ഉത്തരം ഓപ്ഷൻ എ വധശിക്ഷ. ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയതാര്? ഉത്തരം ഓപ്ഷൻ ബി OV വിജയൻ. രണ്ടു ചൈനയിൽ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി KM പണിക്കർ. അഗ്നിസാക്ഷി എന്ന മലയാള നോവലിന്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനം. കാർട്ടൂണിസ്റ്റ് ശങ്കർ പ്രസിദ്ധീകരിച്ചു വന്ന ശങ്കേഴ്സ് വീക്കിലിയുടെ മുദ്ര എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ കഴുതപ്പുറത്ത് ചെണ്ടക്കാരൻ. ONV കുറുപ്പിന്റെ രചന? ഉത്തരം ഓപ്ഷൻ എ ഭൂമിക്കൊരു ചരമഗീതം. ഒരു സങ്കീർത്തനം പോലെ എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി പെരുമ്പടവം ശ്രീധരൻ. എഴുത്തച്ഛൻ അവാർഡും വയലാർ അവാർഡും കിട്ടിയ സാഹിത്യകാരൻ? ഉത്തരം ഓപ്ഷൻ എ ONV കുറുപ്പ്. ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയാണ് 2002 സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത്. ആരുടെ കൃതിയാണിത്? ഉത്തരം ഓപ്ഷൻ സി സാറ ജോസഫ്. കോട്ടയത്തിനടുത്ത് അയ്മനം ഗ്രാമത്തിൽ നടക്കുന്ന കഥ പറഞ്ഞ ഇന്ത്യൻ സാഹിത്യകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരി? ഉത്തരം ഓപ്ഷൻ സി അരുന്ധതി റോയി. പെരുവഴി അമ്പലം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ പത്മരാജൻ. പ്രവാസികളുടെ ജീവിതം പ്രമേയമാക്കി ബെന്യാമിൻ രചിച്ച കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആടുജീവിതം. ഓടയിൽ നിന്ന് എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി കേശവദേവ്. ഉമ്മാച്ചു എന്ന പ്രശസ്ത നോവലിന്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി PC കുട്ടിക്കൃഷ്ണൻ. ജീവിതപാത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഉത്തരം ഓപ്ഷൻ ഡി ചെറുകാട്. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് കവി പാടിയതിങ്ങനെ: മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. ആരാണ് കവി? ഉത്തരം ഓപ്ഷൻ ബി ചങ്ങമ്പുഴ. കണ്ണുനീർ തുള്ളി ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാലാപ്പാട്ട് നാരായണ മേനോൻ. ഭാഷാദർപ്പണം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആറ്റൂർ കൃഷ്ണ പിഷാരടി.
എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ ആരെയാണ് ഗുരുനാഥനായി കരുതുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഗാന്ധിജി. കവയത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ കേരള വനിത? ഉത്തരം ഓപ്ഷൻ സി സുഗതകുമാരി. കാടും പുഴയും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തിക്കുന്ന കവി? ഉത്തരം ഓപ്ഷൻ എ സുഗതകുമാരി. മണലെഴുത്ത് എന്ന കൃതിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി സുഗതകുമാരി. കവിത്രയത്തിൽ പെടാത്ത കവി? ഉത്തരം ഓപ്ഷൻ എ വയലാർ രാമവർമ്മ. അവകാശികൾ എന്ന നോവൽ രചിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി വിലാസിനി. പ്രസിദ്ധ നോവലിസ്റ്റ് വിലാസിനിയുടേതല്ലാത്ത കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അയൽക്കാർ. ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും വലിയ നോവൽ എഴുതപ്പെട്ടത് മലയാളത്തിലാണ്. ഏത് നോവലാണിത്? ഉത്തരം ഓപ്ഷൻ ബി അവകാശികൾ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ എ ബാല്യകാലസഖി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു രചന? ഉത്തരം ഓപ്ഷൻ സി പാത്തുമ്മയുടെ ആട്. നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ കർത്താവ്? ഉത്തരം ഓപ്ഷൻ എ എം ടി വാസുദേവൻ നായർ. ഇന്ദുലേഖ എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം ഓപ്ഷൻ ഡി ചന്തുമേനോൻ. ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി വൈക്കം മുഹമ്മദ് ബഷീർ. എം കെ സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വ്യക്തി? ഉത്തരം ഓപ്ഷൻ ബി ചങ്ങമ്പുഴ. രമണൻ എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം ഓപ്ഷൻ സി ചങ്ങമ്പുഴ. ഇസ്ലാം മതം സ്വീകരിച്ച മലയാളി എഴുത്തുകാരി? ഉത്തരം ഓപ്ഷൻ ബി മാധവിക്കുട്ടി. കോലാട് എന്ന ചെറുകഥ എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ കമല സുരയ്യ. സമ്മർ ഇൻ കൽക്കത്ത എന്ന കവിതാ സമാഹാരത്തിന്റെ കർത്താവ്? ഉത്തരം ഓപ്ഷൻ എ മാധവിക്കുട്ടി. പുന്നയൂർ കുളം ആരുടെ ജന്മദേശമാണ്? ഉത്തരം ഓപ്ഷൻ സി മാധവിക്കുട്ടി. നീർമാതളം പൂത്തകാലം ഈ കൃതി ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കമല സുരയ്യ. ബാലാമണിയമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി? ഉത്തരം ഓപ്ഷൻ എ മുത്തശ്ശി. മാതൃത്വത്തിന്റെ കവയിത്രി? ഉത്തരം ഓപ്ഷൻ ബി ബാലാമണിയമ്മ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു.